ഇഷ്ടപ്പെടാൻ പോകും. എല്ലാ രീതിയിലും നേട്ടമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. അടുത്ത നക്ഷത്രം മകമാണ്. മകത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. മകം രക്ഷപ്പെടുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം അനിഴമാണ്. അനിഴം നക്ഷത്ര ജാതകരുടെ കഷ്ടകാലങ്ങളൊക്കെ അവസാനിക്കുന്നു. ഒന്ന് രക്ഷപ്പെടണം എന്ന അനിഴം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ആഗ്രഹവുമൊക്കെ സഫലമാകുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. അയ്യപ്പ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക, അവിടെ കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക, നീരാഞ്ജനമൊക്കെ നടത്തുന്നത് ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഒക്കെ കാരണമാകും. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നല്ല ലാഭമൊക്കെ കിട്ടുന്ന സമയമാണ്. തിരുവോണം നക്ഷത്ര ജാതകർ ധാരാളം ധനം സമ്പാദിക്കുന്ന സമയമാണ്. എല്ലാത്തിലും വിജയം കണ്ടെത്തുവാൻ ഇവർക്ക് കഴിയും. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ്. കഷ്ടതകൾ ഒക്കെ അവസാനിക്കുന്നു. ജീവിതത്തിൽ